ഹലോ, ഹായ്. ഇനി നമുക്ക് ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബോർഡ് ഭരണഘടന മൊത്തം എടുത്താൽ തന്നെ നമ്മുടെ ഈ കേരള PSCയുടെ എക്സാംസ് ഏതെടുത്താലും ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അത്ര പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പം നമ്മുടെ എല്ലാ ക്ലാസ് പോലെ തന്നെ ഇത് കണ്ട് ഈ വീഡിയോ എൻഡ് ആവുന്നതിന് മുന്നേ തന്നെ ബൈ ഹാർട്ടായി പഠിച്ചു നിർത്തുക. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. ഇത് മാത്രം ചെയ്താൽ മതി. റിവൈസ് ചെയ്ത് ബൈ ഹാർട്ടാക്കി നമുക്ക് പോവാം. അപ്പോ നോക്കാം, മൗലിക അവകാശങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മൾ ഭരണഘടനാ നിർമ്മാണ സഭ പറഞ്ഞപ്പം അതിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു, അല്ലെ? അപ്പം മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഈ മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടുള്ള ഭാഗം ഏതാണ്? PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഏതാ? ഭാഗം 3 പാർട്ട് 3. പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ ഉള്ളത്. ഓക്കെ അല്ലെ? അപ്പം പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇതിന്റെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ കടമെടുത്തത് USA-യിൽ നിന്നാണ്. USA-യിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നുമാണ്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ. ഇനി മൗലിക അവകാശങ്ങൾ കടമെടുത്തത് USA-യിൽ നിന്നാണ്. ഈ USA-യിൽ നിന്നും കടമെടുത്ത വേറെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയാ? പ്രിയാമ്പിൾ അല്ലെ, ജുഡീഷ്യൽ റിവ്യൂ, പിന്നെ നമ്മുടെ മൗലിക അവകാശങ്ങൾ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഇംപീച്ച്മെന്റ്, ഇതെല്ലാം നമ്മൾ US-ൽ നിന്നും കടമെടുത്തത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഭരണഘടനയുടെ രത്നം ഓർമ്മയുണ്ടല്ലോ? ആ മുഖം കണ്ടോ? രത്നം പോലിരിക്കും. ആമുഖം രത്നം, ആമുഖം രത്നം അല്ലെ? ആമുഖം രത്നം, ആമുഖമാണ് ഭരണഘടനയുടെ രത്നം. എന്താ നോട്ടെ? ഭരണഘടനയുടെ ആണിക്കല്ല്. ഓക്കെ, ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെ വിശേഷിക്കപ്പെടുന്ന ഭാഗമാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ഭാഗം 3. അപ്പൊ മെയിൻ ആയിട്ട് ഇത് ഓർത്തോടെ ചോദിച്ചിട്ടുള്ളതാണ്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഇതെല്ലാം മൗലിക അവകാശങ്ങളാണ്. ഭരണഘടനയുടെ രത്നം ഏതാ? അത് ആമുഖവുമാണ്, അല്ലെ? ഇനി മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാ? സുപ്രീം കോടതിയാണ്. അതേപോലെ PSC അടുത്തിടയ്ക്കും ചോദിച്ചു മനുഷ്യാവകാശങ്ങളുടെ, അല്ലെ, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷകൻ മനുഷ്യാവകാശ കമ്മീഷൻ, മറക്കല്ലേ? അപ്പം ഹൂ ഇസ് ദ പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണ്, അത് മറക്കല്ലേ? അതേപോലെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതി. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാ? സുപ്രീം കോടതിയാണ്. ഇനി അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും നമുക്ക്. ഈ താഴ്ന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കും. ഈ അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. അടുത്തിടയ്ക്കൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ഓർത്തോണം. ഈ ക്വസ്റ്റ്യൻ ആണ് അടുത്ത പ്രധാനപ്പെട്ടത്. അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന്. ആർട്ടിക്കിൾ 20 21 ഒഴികെ എല്ലാം നമുക്ക് വേണമെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് നിർത്തലാക്കാൻ പറ്റും. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോ. ആർട്ടിക്കിൾ 19 മാത്രം ഇൻവാലിഡ് ആക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ഈ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഇല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 19 മാത്രം ഇൻവാലിഡ് ആക്കണം എന്ന് വെച്ചോ. ആർട്ടിക്കിൾ 358 ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 358 ഉപയോഗിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആകുന്നു, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. എന്നാൽ 20 21 ഒഴികെ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻവാലിഡ് ആകുന്നു. ആർട്ടിക്കിൾ 20 21 ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡ് ആകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ആണ് 359. ഇത് 2021, 22, 23 ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. അപ്പൊ ആർട്ടിക്കിൾ 19 മാത്രം ഇൻവാലിഡ് ആക്കാൻ 358. ഓക്കെ, 19 മാത്രം ഇൻവാലിഡ് ആക്കാൻ 358. 20 21 ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡാ, എല്ലാം. അത് 359 ഉപയോഗിച്ചാണ്. അപ്പം അടിയന്തരാവസ്ഥ കാലത്ത് നിലനിൽക്കുന്ന മൗലിക അവകാശങ്ങൾ 20 21 ആണ്. ഈ 20 21 ഇൻവാലിഡ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണമാണ്. ഓക്കെ, ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണമാണ്. 21 ജീവിക്കാനുള്ള അവകാശമാണ്, റൈറ്റ് ടു ലൈഫ് ആണ് ആർട്ടിക്കിൾ 21. ഓക്കെ അല്ലേ?
ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശങ്ങൾ 7 ആയിരുന്നു. ഇത് ഇപ്പോഴും ചോദിക്കും. നിലവിൽ 6 ആണ്. അപ്പൊ ഏത് എടുത്തു കളഞ്ഞെന്ന് അറിയാമോ? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശമാണ് എടുത്തു കളഞ്ഞത്. ഓക്കെ, റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിട്ടുള്ള സ്വത്തവകാശമാണ് എടുത്തു കളഞ്ഞതെന്ന് ഓർത്തോണം. റെഡിയല്ലേ? ഇനി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക സമർപ്പിച്ച് റിപ്പോർട്ടാണ് 1928 വർഷം ചോദിക്കാറുണ്ട്. ഏതാ? നെഹ്റു റിപ്പോർട്ട്. ഇമ്പോർട്ടന്റ്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണ് സമർപ്പിച്ചത്? 1928. നെഹ്റു റിപ്പോർട്ട് 1928. ഇനി നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാന്ന് ചോദിക്കും. നമ്മുടെ മനസ്സിൽ ജവഹർലാൽ നെഹ്റു എന്ന് ആദ്യം കയറി വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോട്ടിലാൽ നെഹ്റു ആണ്. മറക്കല്ലേ, നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോട്ടിലാൽ നെഹ്റു ആണെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ അല്ലേ? ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം, അതായത് ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ പറഞ്ഞു നമുക്ക് മൗലിക അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയത് കറാച്ചി സമ്മേളനമാണ് 1931. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കിയത് 1931. അവിടുത്തെ അധ്യക്ഷൻ ആരായിരുന്നെന്ന് അറിയാവോ? സർദാർ വല്ലഭായ് പട്ടേൽ. 31 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അതേപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് മൈനോറിറ്റി കമ്മിറ്റി അധ്യക്ഷനും സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ 1931 ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ പ്രമേയം പാസ്സാക്കുന്നത്. 1931. ഓക്കെ, ഏത് INC സെഷനിലായിരുന്നു? 1931 കറാച്ചി. ഏത് INC സെഷനിലായിരുന്നു? 1931 കറാച്ചി. 1931 കറാച്ചി. അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ. പക്ഷെ ഇവിടെ ട്രിക്കി ആയിട്ട് ട്വിസ്റ്റ് ആക്കി ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇത് എഴുതി തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു. ഓക്കെ, എഴുതി തയ്യാറാക്കിയത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇത് എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അധ്യക്ഷൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇത്രയൊക്കെ അല്ലേ? അപ്പോ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ പറയാം. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ആലോചിച്ചേ. 7 അല്ലേ? എന്നാൽ നിലവിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 6. ഇപ്പൊ നിലവിൽ ഇല്ലാത്ത ഒരെണ്ണം ഏതാ? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശമാണ്. ഇത്ര ഓർത്തു വെക്കുമല്ലോ. ഓക്കെ, ഇനി റിവിഷൻ ആയിട്ട് ഒന്നുകൂടെ പറയട്ടെ. ആർട്ടിക്കിൾ 19 മാത്രം, അതെ, അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രം ഇൻവാലിഡ് ആക്കണമെങ്കിൽ ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആക്കുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് 19 ഇൻവാലിഡ് ആക്കണമെങ്കിൽ ആർട്ടിക്കിൾ 358 യൂസ് ചെയ്യും. ഓക്കെ, ഇനി 20ഉം 21 ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡ് ആക്കാം. 20, 21 ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡ് ആക്കാം. ഓക്കെ, 20, 21 ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡ് ആക്കുന്നത് ആർട്ടിക്കിൾ 359 ഇഷ്യൂ ചെയ്താണ്. ഓക്കെ അല്ലേ? ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് മദ്രാസ് സമ്മേളനം 1927. മൗലിക അവകാശങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം, അല്ലെ? അടിസ്ഥാനം എന്ന് പറഞ്ഞത് മദ്രാസ് സമ്മേളനം 1927. അപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം, മദ്രാസ് സമ്മേളനം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് മദ്രാസ് സമ്മേളനം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നെഹ്റു റിപ്പോർട്ട്, അല്ലെ? നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമായിരുന്നു? 1928. മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രഖ്യാപിക്കുന്നതായിരിക്കും ഭാവി ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഏതിലാ? മദ്രാസ് സമ്മേളനം 1927. ഓക്കെ അല്ലേ? ഈ 27 INC സമ്മേളനത്തിലെ അധ്യക്ഷൻ MA അൻസാരിയാണ്. ഓക്കെ, അപ്പോ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കാം, ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ഏതായിരുന്നു? 1931 കറാച്ചി സമ്മേളനമായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു അധ്യക്ഷൻ. റിവിഷൻ ആയോ? ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം കറാച്ചി സമ്മേളനം 1931, അല്ലെ? ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ. റെഡിയാണല്ലോ? ഓക്കെ, അപ്പോഴേ ഇത് എഴുതി തയ്യാറാക്കിയത് ആരാന്നുള്ളത് മറക്കരുത്. നെഹ്റു. ഇത് എഴുതി തയ്യാറാക്കിയത് നെഹ്റുവും ഈ സമയത്തെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലുമാണ്. മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രമേയത്തിന്റെ കരട് തയ്യാറാക്കി കറാച്ചി സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. തയ്യാറാക്കിയത് ആരാന്നുള്ളത് മറക്കൽ ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റു ആണ്. നമുക്ക് ഓപ്ഷൻ എയിൽ തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ പട്ടേലിനെ തരും. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തു വെച്ചോണം. ഇനി മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിനായി
കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് പറയുന്നതാണ് റിറ്റ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയെങ്കിലും ഹനിക്കപ്പെട്ടാൽ കോടതി ഇഷ്യൂ ചെയ്യുന്നതാണ് റിറ്റ്. ഇനി ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഓക്കെ, ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഓക്കെ, ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സോഷ്യൽ കോൺട്രാക്ട് ആണ്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ കോൺട്രാക്ട് ആരെഴുതിയതാണ്? നിങ്ങളൊന്ന് ഓർത്തേ, സോഷ്യലാകുക അല്ലെ, എല്ലാവരുമായിട്ട് സോഷ്യലാകാൻ നല്ല രസമാണെന്ന് ഓർത്താൽ മതി. എല്ലാവരുമായി സോഷ്യലാകാൻ നല്ല രസമാണ്. ഓക്കെ, എല്ലാവരുമായി സോഷ്യലാകാൻ നല്ല രസമാണ്. റൂസോ. ഓക്കെ, ജീൻ ജാക്വസ് റൂസോ. സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളത് ആരുടേതാണ്? റൂസോയാണ്. സോഷ്യലാകാൻ രസമാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ബൈബിളാണ് സോഷ്യൽ കോൺട്രാക്ട്. ഇതിന്റെ രചന ആരാണ്? റൂസോ ആണ്. ഇത്ര ഓർത്ത് വെച്ചോളൂല്ലോ. ഇനി ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് ഓരോന്നായി നോക്കാം. സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാലിറ്റി. ചോദിക്കുവേ, താഴെ തന്നിട്ടുള്ളവയിൽ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിക്കും. അപ്പൊ സ്വത്തവകാശമാണ് അവിടെ ഓപ്ഷനിൽ എപ്പോഴും PSC കൊടുക്കാറുള്ളത്, ഇനിയും തരും. അപ്പം ഈ തന്നിട്ടുള്ളത് മൗലിക അവകാശങ്ങളാണ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശം. കണ്ടോ? അപ്പൊ ഇത്രയും അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. 1, 2, 3, 4, 5, 6 എണ്ണം അല്ലെ. തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു, നിലവിൽ 6 ഉള്ളൂ. 1 ക്യാൻസൽ ചെയ്തു. അത് സ്വത്തവകാശമാണ്. ഓക്കെ അല്ലേ? ഇത് ഓർത്ത് വെച്ചോണം. ഇനി ആർട്ടിക്കിൾ 14 നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതേ പറയുന്നുള്ളൂ. PSC സാധാരണ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള 17, 18, 21, 21A ഒക്കെ മാത്രം ചോദിച്ചിരുന്ന അവസാനം ഇപ്പൊ എല്ലാത്തിലോട്ടും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ അടുത്തിടയ്ക്ക് 2023, 24 ചോദിച്ച ചോദ്യം കൂടെ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എളുപ്പമാവും. ഓക്കെ, അപ്പം ആർട്ടിക്കിൾ 14 കണ്ടോ? ഓക്കെ, നിയമസമത്വവും നിയമപരിരക്ഷയുമാണ്. ഓക്കെ, നിയമസമത്വമാണ് ആർട്ടിക്കിൾ 14. നിയമസമത്വം ആർട്ടിക്കിൾ 14. റെഡി? നിയമസമത്വം ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ലെന്നാണ് ഇതുള്ളത്. ആർട്ടിക്കിൾ 15 വിവേചനം. സ്ത്രീ പുരുഷ വിവേചനം പാടില്ല, മതത്തിന്റെ പേരിൽ വിവേചനം പാടില്ല, അങ്ങനെ എന്തിന്റെ പേരിലോ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. മതം, ജാതി, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരന് വിവേചനം പാടില്ല. ഓക്കെ, അങ്ങനെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. അപ്പൊ ആർട്ടിക്കിൾ 14 നിയമസമത്വം, 15 വിവേചനം പാടില്ല. എന്നാൽ ജോലി സ്ഥലങ്ങളിലെ അവസര സമത്വമാണ് 16. പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ഇത് വിദേശികൾക്ക് കിട്ടത്തില്ല, ഇന്ത്യൻ പൗരന്മാർക്കുള്ളതാണ് ഈ 16. ഓക്കെ, ഇത് ഓർത്ത് വെച്ചോണം. അപ്പൊ ആർട്ടിക്കിൾ 16 നിയമനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം കണ്ടോ? അവസര സമത്വമാണ് 16. 14 നിയമസമത്വം. ഇത് മൂന്നും ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്. PSCക്ക് ഇഷ്ടപ്പെട്ട് വന്നു. കാരണം അധികം ആൾക്കാർ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇത് പഠിക്കണ്ട എന്ന് വിചാരിച്ച് പോകുന്നോർത്താണ് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 14 നിയമസമത്വം, 15 വിവേചനം പാടില്ല, 16 അവസര സമത്വം. ഇതിന് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നമുക്ക് കുറച്ചുകൂടെ തറവാകും. എന്നാലും ഓർത്തോണം, 14 നിയമസമത്വം, 15 വിവേചനം പാടില്ല, 16 അവസര സമത്വം. ഓക്കെ, ഇനി അടുത്തത് 17 അയിത്ത നിർമാർജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് ഏത് വർഷമായിരുന്നു അറിയാവോ? 1955 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട്. ഓക്കെ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്ന് ഇപ്പൊ അറിയപ്പെടും. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട് എന്നാണ് നിലവിൽ അറിയപ്പെടുക. എന്നാൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് 1955 ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. ഇവിടുത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. മഹാത്മാഗാന്ധി കി ജയ് അല്ലെ, മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയത് ഈ ഒരു ആർട്ടിക്കിൾ ആണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന് പറഞ്ഞ് പാസ്സാക്കിയതും ഇതാണ്. അയിത്ത നിർമാർജനത്തിനെതിരായിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. സോറി, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 17. ഓക്കെ, 18
ബഹുമതികൾ നിർത്തലാക്കൽ. ബഹുമതികൾ നിർത്തലാക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ നവാബാണ്, ഞാൻ രാജാവാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വാലിഡ് അല്ല, അതിന് പ്രത്യേകം വിലയും നിലയും കൊടുക്കാനും പറ്റില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 18 വഴി പറയുന്നത്. ഓക്കെ, പക്ഷേ ഡോക്ടറേറ്റ്, മിലിറ്ററി പദവികൾ, അതേപോലെ ഇന്ത്യൻ സർക്കാർ അനുവദിച്ചിട്ടുള്ള ബഹുമതികൾ ഇതൊക്കെ പറ്റുമെങ്കിലും, തലക്കെട്ടുകൾ പറ്റുമെങ്കിൽ മറ്റൊന്നും പറ്റില്ല. അതായത് രാജാവാണ്, നവാബാണ്, സുൽത്താനാണ്, അല്ലെ, ചക്രവർത്തിയാണ്, അങ്ങനെ ഒന്നുമുള്ള തലക്കെട്ടുകൾ പറ്റത്തില്ല. ഉണ്ടെങ്കിലും അത് നിയമപരമായി വാലിഡ് അല്ല, പ്രത്യേക ഒരു അനുമതിയും അല്ലെങ്കിൽ പ്രത്യേക ഒരു ആനുകൂല്യം അതിന് കിട്ടത്തില്ല. ആ ആർട്ടിക്കിൾ 18. 17 അയിത്ത് നിർമാർജനം, 18 ബഹുമതികൾ നിർത്തലാക്കൽ, 17 അയിത്ത് നിർമാർജനം, 18 ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കിയ ആർട്ടിക്കിൾ 17 തൊട്ടുകൂടായ്മ നിരോധന നിയമം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ട് 1955 വന്നു. മറക്കല്ലേ, വർഷം 1955. ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും, മറക്കല്ലേ. ഹിന്ദു മാരേജ് ആക്ടും 1955 ആണ്. ഓക്കെ, ഹിന്ദു മാരേജ് ആക്ടും 1955, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആക്ടും 1955 ആണ്. ഓർത്ത് വെച്ചോണം. തൊട്ടുകൂടായ്മ നിരോധന നിയമത്തിന്റെ പുതിയ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. മറക്കല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ട്. ഇനി സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക അവകാശമായിരുന്നു, നിലവിൽ നിയമവകാശം മാത്രമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ അവകാശമാണ് ഈ സ്വത്തവകാശം. ഈ സ്വത്തവകാശം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു ആദ്യം വന്നപ്പോൾ. നിലവിൽ എന്താ, അത് ലീഗൽ റൈറ്റ് മാത്രമാണ്. അതായത് അത് ആർട്ടിക്കിൾ 300A നിലവിൽ ഉള്ളത്. ഓക്കെ, 31 ഉണ്ടായിരുന്നത് ഇൻവാലിഡ് ആക്കി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നപ്പോ 31 ഇപ്പൊ 300A ഓർത്തു വെച്ചാൽ മതി. സ്വത്തവകാശത്തെ നീക്കം ചെയ്തത് 44ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. 44ാം ഭരണഘടനാ ഭേദഗതിയിലാണ് മാറ്റിയതെന്ന് ഓർത്തോണം. ഈ സ്വത്തവകാശം ആദ്യം ഭാഗം 3 അതായത് ഫണ്ടമെന്റൽ റൈറ്റിലല്ലായിരുന്നു. അപ്പൊ ഭാഗം 3 എന്നാൽ നിലവിൽ എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണെന്ന് പറയും? 12ാമത്തെ ഭാഗത്തിലാണെന്ന് പറയണം. അതായത് ഭാഗം 3 ആർട്ടിക്കിൾ 31 12 300A ഓർത്തോണം. അല്ലേ, ഓർത്തു വെച്ചോളൂല്ലോ. അപ്പം ഇത് ഓർത്തോണം. സ്വത്തവകാശം ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ നീക്കം ചെയ്തു. ആദ്യം അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ അത് ഒരു ലീഗൽ റൈറ്റ് മാത്രമാണ്. ഭാഗം 3 ഭാഗം 3 എന്ത് ചെയ്യുക, ഇതുണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഭാഗം 12 ഭാഗം 3 ഭാഗം 12 ഓർത്തോണം. 31 300A. ഏത് ഭേദഗതിയിൽ ഇത് മാറ്റം വരുത്തിയെന്നറിയോ? 44ാം ഭേദഗതിയിലാണ്. 44ാം ഭേദഗതിയിലാണെന്നുള്ളത് ഓർത്തു വെച്ചോണം. ഇത്ര എണ്ണം കിട്ടിയോ? കിട്ടത്തില്ലയോ? ഇനി ഈ 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് ആർട്ടിക്കിൾ 300A. 44ാം ഭേദഗതിയിൽ അത് 300A. ഇനി ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. ഈ ഭേദഗതി നടപ്പിലാക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അത് നടപ്പിലാക്കുമ്പോഴുള്ള പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡി. ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 44ാം ഭേദഗതി ഉള്ള സമയത്തെ പ്രസിഡന്റ് ആര്? നീലം സഞ്ജീവ് റെഡ്ഡി. നീലം സഞ്ജീവ് റെഡ്ഡി. ഈ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആര്? മൊറാർജി ദേശായി. മൊറാർജി ദേശായി. ഇത്ര ഓർത്ത് വെച്ചോണം. ഇതേപോലെ 42ാം ഭേദഗതി ഉള്ള സമയത്തെ പ്രൈം മിനിസ്റ്ററിനെയും പ്രസിഡന്റിനെയും ചോദിക്കും. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ആരായിരുന്നു? ഫഖറുദ്ദീനുമായിരുന്നു. അല്ലേ. ഇനി സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരുന്ന ആർട്ടിക്കിൾ 31 31ാമത്തെ ആർട്ടിക്കിൾ ഏത് ഭാഗത്തിലായിരുന്നു അറിയോ? ഭാഗം 3. നിലവിൽ എവിടെയാ? 300A. അത് ഏത് ഭാഗത്താ? 12. ഇത്ര ഓർത്തു വെച്ചോളൂ, ചോദിക്കും. ഇനി ആർട്ടിക്കിൾ 19 പറ്റിയാണ് പറയുന്നത്. നോക്കിക്കേ, ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആക്കാൻ വേണ്ടി ഏത് ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, റീകളക്ട് ചെയ്ത് നോക്കിക്കേ. ആർട്ടിക്കിൾ 19 മാത്രം. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ വരുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇൻവാലിഡ് ആക്കുന്നത് ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചാ? 358 ഇഷ്യൂ ചെയ്ത ആർട്ടിക്കിൾ 19 ഇൻവാലിഡ് ആകും. അപ്പൊ എത്ര ഉണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. മൗലിക സ്വാതന്ത്ര്യങ്ങൾ എത്ര ഉണ്ട്? മൗലിക അവകാശം 6 നമുക്കറിയാതെ.
എന്നാൽ മൗലിക സ്വാതന്ത്ര്യം എത്ര എണ്ണം ഉണ്ട്? 6. മൗലിക സ്വാതന്ത്ര്യം 6 എണ്ണം ഉണ്ട്. ഓക്കെ, ഏതാ? ആർട്ടിക്കിൾ 19(1) ഓഫ് എ, ബി, സി, ഡി, ഇ, എഫ് ഇല്ല, റിമൂവ് ചെയ്തു, സ്വത്തവകാശമായിരുന്നു. അതുകൊണ്ട് എഫ് ഇല്ലാത്തതുകൊണ്ട് ജി. എ, ബി, സി, ഡി, ഇ, ജി, എഫ് ഇല്ല, സ്വത്തവകാശമായിട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഇത്ര എണ്ണം നമുക്കൊന്ന് പഠിച്ചാലോ? എളുപ്പമാ, ഭയങ്കര എളുപ്പമാ. നോക്കിക്കോ, ഇത് ഇവിടെ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ അവസരം. റിവൈസ് ചെയ്ത് പഠിക്കുക. അതിനൊക്കെ മുന്നേ ആർട്ടിക്കിൾ 19 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇതുവരെ പറഞ്ഞിട്ടുള്ള ആ ആർട്ടിക്കിൾസിനെ ഒന്ന് പറയുവാണെങ്കിൽ ഏതൊക്കെ പറയാം? 1, 14ാമത്തത് നിയമസമത്വം, അല്ലെ? നിയമസമത്വവും നിയമപരിരക്ഷയുമാണ്. ആർട്ടിക്കിൾ 14 നിയമസമത്വം. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 അവസര സമത്വം. ഇത് ഓർത്തു വയ്ക്കാൻ പറ്റും. ആർട്ടിക്കിൾ 12 നിയമസമത്വം. ആർട്ടിക്കിൾ 12 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, അത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ആർട്ടിക്കിൾ 14 നിയമസമത്വം. ഓക്കെ, 15 വിവേചനം പാടില്ല, സ്ത്രീ പുരുഷ വിവേചനം പാടില്ല, എന്തിന്റെ പേര് വിവേചനം പാടില്ല. ആർട്ടിക്കിൾ 16 ആണെങ്കിൽ അവസര സമത്വം. ഓക്കെ ആണല്ലോ, ശരി. ഇനി 12 ഉണ്ട്. സ്റ്റേറ്റ് എന്നുള്ള വാക്ക് നിർവചിച്ചിട്ടുള്ളത്, രാഷ്ട്രം എന്നുള്ള വാക്ക് നിർവചിച്ചിട്ടുള്ളത് 12ലാണ്. മറക്കല്ലേ, 12ലാണ് രാഷ്ട്രം. 13 ഓർമ്മയുണ്ടോ? നമ്മൾ US-ൽ നിന്നും കടമെടുത്ത ഒരു ആശയം കൂടെ ആയിരുന്നു 13. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ. കേട്ടോ, ജുഡീഷ്യൽ റിവ്യൂ 13ൽ വരും. അപ്പൊ 12 രാഷ്ട്രം, 13 ജുഡീഷ്യൽ റിവ്യൂ, 14 നിയമസമത്വം, 15 വിവേചനം പാടില്ല, 16 അവസര സമത്വം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം. ഇതൊരു വിദേശ പൗരന് കിട്ടത്തില്ല. കിട്ടുമോ? ഇല്ല. ഇനി 17 അയിത്ത നിർമ്മാർജ്ജനം, 18 തലക്കെട്ടുകൾ അല്ലെ ബഹുമതികൾ നിർത്തലാക്കൽ. പിന്നെ 19 നമ്മൾ പറഞ്ഞു എന്താ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, ആണല്ലോ, അത് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ആ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തില് എത്ര നോക്കിക്കേ, എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് ഉള്ളത്? 6. ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്ര? 6. എത്ര മൗലിക സ്വാതന്ത്ര്യമുള്ളത്? അതും 6. എ, ബി, സി, ഡി, ഇ, ജി, എഫ് ഇല്ല, അത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു. ഓക്കെ, ഇനി ഇത് കണക്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര എളുപ്പം, ഒന്ന് ശ്രദ്ധിച്ചേ. എ, അഭിപ്രായ സ്വാതന്ത്ര്യം. എ, അഭിപ്രായം. ഓക്കെ, ഒരഭിപ്രായം ഞാൻ പറഞ്ഞു. ഓക്കെ, ഒരു അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് ജോലി തേടി ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് എവിടെയെങ്കിലും സെറ്റിൽ ആയിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പൊ എ, അഭിപ്രായം. ബി, ഈ അഭിപ്രായം കേട്ട് നിങ്ങൾ ഒത്തുചേർന്നു, നിരായുധരായി സമാധാനപരമായും ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ആയുധം ഒന്നുമല്ലാതെ ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. എ, അഭിപ്രായം, നമ്മൾ അഭിപ്രായം പറഞ്ഞു. ബി, ആ അഭിപ്രായം കേട്ട് നമ്മൾ ഒത്തുചേർന്നു, ആയുധങ്ങളല്ല കൂടാതെ. ഓക്കെ, എ അഭിപ്രായം, ബി ഒത്തുചേർന്നു. സി, സംഘടന, നമ്മൾ ഒത്തുചേർന്നിട്ടൊരു സംഘടന അങ്ങ് ഫോം ചെയ്തു. ഓക്കെ, അപ്പൊ എ അഭിപ്രായം ഞാൻ പറഞ്ഞു, ബി നമ്മൾ ഒത്തുചേർന്നു, സി സംഘടന രൂപീകരിച്ചു. ഓക്കെ, എ അഭിപ്രായം പറഞ്ഞു ഞാന്, ബി നമ്മൾ ഒത്തുചേർന്നു, സി സംഘടന ഫോം ചെയ്തു. ഓക്കെ ഓക്കെ, ഇനി ഡി, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ളത്. ഡി എന്ന് വെച്ചാൽ ഡ്രൈവ്, ഇന്ത്യയിലുടനീളം ഡ്രൈവ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. കണക്ട് ചെയ്യാൻ വേണ്ടി പറയുവാണ്, ഇന്ത്യയിലുടനീളം ഡ്രൈവ് ചെയ്യുക, നമ്മൾ ജോലി തപ്പി. കേട്ടോ, ഇന്ത്യയിലുടനീളം ഡ്രൈവ് ചെയ്യാനുള്ള. ഡി, സഞ്ചരിക്കാനുള്ളതാണ് ഡി. ഇ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. ഇ, എവിടെയും ഇരിക്കാനുള്ളത്. ഇ, എവിടെയും ഇരിക്കാനുള്ളത്. ഇ, എവിടെയും ഇരിക്കാനുള്ളത്. ഓക്കെ, ഈ എവിടെയും ഇരിക്കാനുള്ളത് ഓർത്തോണം, അതായത് എവിടെയും താമസിക്കാൻ ഇരിക്കാനുള്ളതാണ്. ഇനി ജി, ജോലി ചെയ്യാനുള്ളത്. ഓക്കെ, മാന്യമായിട്ടുള്ളതും നിയമവിരുദ്ധമല്ലാത്ത ജോലികൾ ചെയ്ത്, മാന്യമായ ജോലികൾ ചെയ്ത് ജീവിക്കാനുള്ളതാണ് ജി. അപ്പം ഒന്നുകൂടെ ഒന്ന് പറയുക, എ, ബി, സി, ഡി, ഇ, ജി അല്ലെ. എ അഭിപ്രായം, ആ അഭിപ്രായം കേട്ട് നമ്മൾ ഒത്തുചേർന്നു, ബിയില് ഒത്തുചേർന്നു, സി സംഘടന ഫോം ചെയ്തു, ഡി ഡ്രൈവ് ചെയ്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. കേട്ടോ, ഇനി ഇ താമസിക്കാനുള്ളത്. ഓക്കെ, ഇ താമസിക്കാനുള്ളത്. ജി ജോലി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. ജി ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇത് ഇത്രയുമാണ് മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ ആണോ? അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം, നോക്കിയിട്ട് അടുത്തതിലോട്ട് പോവാം. ഓക്കെ, നോക്കി
നോക്കി, ആദ്യം ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിങ്ങളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. എന്താ? നിയമസമത്വവും നിയമപരിരക്ഷയും അല്ലെ? നിയമസമത്വവും നിയമപരിരക്ഷയുമാണ് 14. അടുത്ത് 16 അവസര സമത്വം, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം 16. 15 ഒന്ന് നോക്കിക്കേ. എന്താ? വിവേചനം പാടില്ല. 15 ഡിസ്ക്രിമിനേഷൻ പാടില്ല, വിവേചനം പാടില്ല. സ്ത്രീ പുരുഷനെന്നോ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും വിവേചനം പാടില്ല. 17 അയിത്ത നിർമ്മാർജ്ജനം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. 18 ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി 19 1 ഓഫ് എ. മൗലിക സ്വാതന്ത്ര്യങ്ങൾ എത്ര എണ്ണമായിരുന്നു എന്ന് പറഞ്ഞു നോക്കിയേ. 6 എണ്ണം അല്ലെ? അതിലെ എ എന്തായിരുന്നു? എ അഭിപ്രായ സ്വാതന്ത്ര്യം. ഇനി ബി നോക്കിക്കേ. അഭിപ്രായം കേട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒത്തുചേർന്നു അല്ലെ? നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ് അതിലുള്ളത്. ഓക്കെ. ഇനി സി സംഘടനകൾ അല്ലെ? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കാനുള്ള സി സംഘടന. ഡി എവിടെയും ഡ്രൈവ് ചെയ്യാനുള്ള, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ? ഈ എവിടെയും ഇരിക്കാൻ, അതായത് താമസിക്കാൻ. നോക്കിക്കേ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇയിലുള്ളത്. ഓക്കെ. അടുത്തത് ജി ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ജി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് വൃത്തിക്ക് കിട്ടിയോ? നമ്മൾ ഇന്ന് പഠിച്ചത് 12 സ്റ്റേറ്റ് അല്ലെ? ഒന്നുകൂടെ ഞാൻ എഴുതാം, നിങ്ങൾ പഠിച്ചാൽ മതി, ബൈ ഹാർട്ട് ചെയ്താൽ മതി. 12 സ്റ്റേറ്റ് അല്ലെ രാഷ്ട്രം എന്നുള്ള വാക്ക് നിർവചിച്ചിട്ടുണ്ട്. 13 US നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ജുഡീഷ്യൽ റിവ്യൂ. 14 നിയമസമത്വം. 15 വിവേചനം പാടില്ല. 16 അവസര സമത്വം. 17 അയിത്ത നിർമ്മാർജ്ജനം. 18 ബഹുമതികൾ നിർത്തലാക്കൽ. 19 സ്വാതന്ത്ര്യം അല്ലെ? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിൽ എ ബി സി ഡി ഇ ജി ഉണ്ട് അല്ലെ? എ അഭിപ്രായം പറയുന്നു, ബി ഒത്തുചേരുന്നു, സി സംഘടന ഫോം ചെയ്യുന്നു, ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്നു, ഡ്രൈവ് ചെയ്യുന്നു, ഈ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ളത്, ജി ഇഷ്ടമുള്ള ജോലി ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഇത്ര എണ്ണം കിട്ടിയല്ലോ. നമ്മൾ ആർട്ടിക്കിൾ 19 വരെ പറഞ്ഞു നിർത്തി, റിവിഷനും കഴിഞ്ഞായിരുന്നു അല്ലെ? ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ പഠിച്ചിട്ട് ഓവറോൾ റിവൈസ് ചെയ്യാം. ഞാൻ പറയുന്ന പോലെ ഒരു കാര്യം മറക്കല്ല, ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതെല്ലാ ടോപ്പിക്കും ബൈ ഹാർട്ട് ആക്കിയിരിക്കണം കേട്ടോ. അപ്പോ അടുത്തത് ആർട്ടിക്കിൾ 20. ആർട്ടിക്കിൾ 20 പറഞ്ഞപ്പോഴേ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു GK റിവൈസ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? 20ഉം 21ഉം എത്ര അടിയന്തരാവസ്ഥ കാലത്താണേലും റദ്ദ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 20ഉം 21ഉം ഒഴികെയുള്ള ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ഇൻവാലിഡ് ആക്കാൻ പറ്റിയാലും 20, 21ഉം പറ്റത്തില്ല അല്ലെ? 20ഉം 21ഉം ഒഴികെ ബാക്കി എല്ലാം ഇൻവാലിഡ് ആക്കുന്നത് ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചായിരുന്നു? ഓർമ്മയുണ്ടോ? 359 ആണ് അല്ലെ? 359. എന്നാൽ ആർട്ടിക്കിൾ 19 മാത്രം ഇൻവാലിഡ് ആക്കുന്നത് ചോദിച്ചാലോ 358 ആണ്. ഇത് ഒത്തിരി തവണ പറയുമ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ആവും. ഇത് ഇഷ്ടം പോലെ ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അല്ലെ നിങ്ങൾ പഠിച്ചോ. ഇവിടെ നിന്ന് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്ലാസ് കണ്ടുപോയി നിങ്ങൾക്ക് ഇനി ഒരു ടോപ്പിക് ഇതിന് മിസ്സാകത്തില്ല. ധൈര്യമായിട്ട് വെക്കും കേട്ടോ. ആർട്ടിക്കിൾ 20ന്റെ പ്രത്യേകത അപ്പൊ എന്താ? 20, 21 ഒഴികെ എന്ന് പറയണമെങ്കിൽ 20ന് ഭയങ്കര പ്രത്യേകത ഉണ്ടല്ലോ. കുറ്റം അല്ലെ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള സംരക്ഷണം, കുറ്റം ചെയ്തവരുമായി സംബന്ധിച്ചുള്ള സംരക്ഷണമാണുള്ളത്. എന്താ? അപ്പം ഈ 21 ഇങ്ങനെ വരിക. ആർട്ടിക്കിൾ 20 1, ആർട്ടിക്കിൾ 20 2, ആർട്ടിക്കിൾ 20 3 ഇങ്ങനെ വരും. ഓക്കെ. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. 21ന്റെ 1 ചോദിച്ചിട്ടുണ്ട്. 21 2 ഒരു കുറ്റത്തിന് ഒരു വ്യക്തി ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. പറ്റുമോ? ഒരു തവണ അത് ശിക്ഷിച്ചു കഴിഞ്ഞ് പിന്നെയും പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ഒന്നെന്താ? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല അല്ലെ? ഇനി രണ്ടെന്താ? ഒരു കുറ്റത്തിന് ഒരു വ്യക്തി ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഓക്കെ. 3 എന്താ? ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പൊ ഈ 3 ഓർത്ത് വെച്ചോളൂല്ലോ. ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണം. ഓക്കെ. 20ന്റെ 1, 2, 3 പഠിച്ചു വെക്കണം. 1 മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. 2
ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. ഓക്കെ. 3, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഈ 3. ഓക്കെ, ഒന്നുകൂടെ വായിച്ചോ. ആർട്ടിക്കിൾ 20 എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്തവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കുറ്റം ചെയ്തവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ 20ന്റെ 1 എന്താ? 1, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. 2, ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3, ഒരു വ്യക്തി അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഈ 3. ഓക്കെ ആണല്ലോ. ഇനി 21 നമ്മൾ പോവാം. 21, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ലൈഫ് ആണ് 21. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് 21. മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നതാണിത്. മൗലിക അവകാശങ്ങളുടെ അടിത്തറ, ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അടിത്തറ. ജീവിക്കാൻ അവകാശം ഇല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ മൗലിക അവകാശങ്ങളുടെ അടിത്തറയാണ് 21. ഓക്കെ, മൗലിക അവകാശങ്ങളുടെ അടിത്തറ. ഇനി പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ച് ഭരണഘടനയുടെ 21 വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത്. അപ്പൊ നിങ്ങൾ ഇനി ഫ്രണ്ട്സ് ഒക്കെ പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പുകവലിക്കുമ്പോഴോ ഈ ഒരു GK പറഞ്ഞു കൊടുക്കണം അല്ലെ. ഒന്ന്, പുകവലി ആരോഗ്യത്തിന് ഹാനികരം, മറക്കരുത്. അതിൻ്റെ കൂടെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഓക്കെ, അപ്പൊ റിവൈസ് ചെയ്തോണെ. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ്. പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല പറഞ്ഞു. ഒരു പൗരന് സ്വന്തം ഇഷ്ടാനുസരണം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശവും 21. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ളതും 21. ഓക്കെ, അപ്പൊ അത്ര ഓർത്ത് വയ്ക്കോ. എന്തൊക്കെയാ ഇപ്പൊ പറഞ്ഞത്? 1, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല, നിരോധിച്ചിട്ടുണ്ട്. ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതെല്ലാം ഇവിടെ അല്ലേ. ഇനി സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസിയും 21. റൈറ്റ് ടു പ്രൈവസിയും 21 പെടും. ഓർത്ത് വെച്ചോളൂ. റൈറ്റ് ടു പ്രൈവസി ഏതിൽ വരുന്നതാ? 21 വരുന്നതാ. നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ കിട്ടിയോ? അപ്പൊ 21 എന്തൊക്കെയാ വരുന്നത്? റൈറ്റ് ടു ലൈഫ് വരും, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. അതേപോലെ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള അവകാശം 21 പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. അടുത്തത് ആർട്ടിക്കിൾ 21A. 21A എന്തുവായിരുന്നു? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും അല്ലെ നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആർട്ടിക്കിൾ 21A. എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്നറിയാമോ? ഭയങ്കര റിപ്പീറ്റഡ് ഇമ്പോർട്ടന്റ് ആണ് 21A. ഓക്കെ, അപ്പം 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം വരുന്നത് ഇതിലാണ്. 6, 14, 21A. 6, 14, 21A. 6, 14, 21A. ഓക്കെ, 6, 14, 21A. ഓർത്ത് വെച്ചോണേ. 6, 14, 21A. ശരി. ഇനി ഭരണഘടനയുടെ സുവർണ ത്രികോണം, ഗോൾഡൻ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണെന്ന് അറിയാമോ? 14, 19, 21. ഓക്കെ, 14, 19, 21. ഇതാണ് ഗോൾഡൻ ട്രയാങ്കിൾ, സുവർണ ത്രികോണം. 14, 19, 21. ഓക്കെ, ഓർത്തോണം. 14 ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പഠിച്ചത്. 14 എന്തുവായിരുന്നു എന്ന് റീകളക്ട് ചെയ്തേ. റിവിഷൻ ആണ് നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ആക്കേണ്ടത്. നിങ്ങളും കേട്ടോ, ഏതൊരു സബ്ജക്ട് പഠിക്കുമ്പോഴും റിവിഷൻ ഉറപ്പ് വരുത്തിയേക്കണേ. ഈ റിവിഷൻ കൂടുന്നതിനനുസരിച്ച് പുത്തൻ ടോപ്പിക്കുകൾ പഠിക്കാനുള്ള നമ്മുടെ ആ ഒരു കോൺഫിഡൻസും കൂടും. ഓക്കെ, 14 എന്തായിരുന്നു? നിയമസമത്വവും നിയമപരിരക്ഷയും. 19 എന്തായിരുന്നു? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലെ. 21 എന്തായിരുന്നു? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, പൊതുസ്ഥലങ്ങളിൽ പുകവലി പാടില്ല, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതേപോലെ റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, എന്നാൽ 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? ശരിയാ, 21A പറഞ്ഞതെങ്കിൽ. ഓക്കെ, ഇനി വിദ്യാഭ്യാസത്തിന് മൗലിക അവകാശമായ ഭരണഘടനാ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. ഈ 21A എന്ന് നമ്മൾ പറഞ്ഞ ആർട്ടിക്കിൾ ഇല്ലയോ? ഈ 21A ആഡ് ചെയ്തത് 86-ാം ഭേദഗതിയിലാണ്. 21A എന്നുള്ള ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്തത് 86-ാം ഭേദഗതി 2002 ഓക്കെ അല്ലേ. ഇനി അടുത്തിടയ്ക്കും ചോദിച്ചേ, പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം
പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 പാസ് ആക്കിയിട്ടുള്ള. എന്നാൽ നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ, എന്നാൽ നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആണ്. ഓക്കെ അല്ലേ? നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇത്ര എണ്ണം കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കിക്കോ. 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം. 6നും 14നും ഇടയിൽ പ്രായം, അത് 21A. ഈ 21A വന്നത് ഏതിലാ? 86ാം ഭേദഗതിയിലാണ് അല്ലെ? 86ാം ഭേദഗതിയിലാണ് 21A വരുന്നത്. ശരി, പിന്നെ പറഞ്ഞത് എന്താ? പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കി 2009 ഓഗസ്റ്റ് 26. 2009 ഓഗസ്റ്റ് 26. നിലവിൽ വന്നതോ 2010 ഏപ്രിൽ 1. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഇത്രയും. ഓക്കെ, ഇനി അടുത്തൊരെണ്ണം ആർട്ടിക്കിൾ 22. ഇത് ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം, പേടിക്കേണ്ട. 22 ഇത്ര ഓർത്താൽ മതി. രണ്ട് കൈകളും തടങ്കലിലാണെന്ന് ഓർത്താൽ മതി. അറസ്റ്റിനും തടങ്കൽ വയ്ക്കുന്നതിനെതിരെയുമായിട്ടുള്ള അവകാശമാണ്. ഓക്കെ, അറസ്റ്റും തടങ്കൽ വെക്കുന്നതിനെതിരെയുമായിട്ടുള്ള അവകാശം. ഒരാളെ അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിക്ക് മുന്നിൽ ഹാജരാക്കണം എന്നുള്ള ചോദ്യം സ്ഥിരം വരാറില്ലയോ? ഓർത്തോ? 24 മണിക്കൂർ ഓർത്തണം. അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 22. ഓക്കെ, അറസ്റ്റും തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുള്ള അവകാശമാണ് 22. കരുതൽ തടങ്കലാണ് 22. ഓക്കെ, കരുതൽ തടങ്കലാണ് 22. മറക്കരുത്, കരുതൽ തടങ്കൽ. ഇനി ആർട്ടിക്കിൾ 23. നിർബന്ധമായി തൊഴിലെടുക്കുന്നതിനെയും അടിമയാക്കുന്നതിനുമെതിരായി മനുഷ്യക്കടത്തിൽ നിരോധിക്കുന്നു അല്ലെ? ഫോഴ്സ്ഡ് ലേബർ നിർബന്ധമായി തൊഴിലെടുപ്പിക്കുന്നു, അടിമയാക്കുന്നു, സ്ലേവറി. ഫോഴ്സ്ഡ് ലേബർ സ്ലേവറി. ഇത്ര ഓർത്ത് വെക്കോ, ഫോഴ്സ്ഡ് ലേബർ സ്ലേവറി. അപ്പം ആർട്ടിക്കിൾ 22 അറസ്റ്റിനും തടങ്കൽ വെക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം. ഓക്കെ, ആർട്ടിക്കിൾ 22 അറസ്റ്റും തടങ്കൽ വെക്കുന്നത്, അതായത് കരുതൽ തടങ്കൽ. 23 നിർബന്ധമായി തൊഴിലിനെടുക്കുന്നതിനുള്ളത്, അടിമയാക്കുന്നതിനും മനുഷ്യക്കടത്ത് നിരോധിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇനി ആർട്ടിക്കിൾ 24 എന്താ? നിങ്ങളൊന്ന് ഓർത്താൽ മതി, നമ്മൾ ഫോണിൽ നോക്കിയായിരിക്കും മിക്കവാറും വീഡിയോ കണ്ട് പഠിക്കാറുള്ളത്. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. ഓക്കെ, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനമാണ്. 24 മണിക്കൂറും ബാലന്മാരെ പോലെ അല്ലെ പിള്ളേരെ പോലെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ എല്ലാരും കേട്ട് കാണത്തില്ലയോ? അത് ഓർത്താൽ മതി. 24 മണിക്കൂർ പിള്ളേരെ പോലെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ കേട്ടിട്ടുണ്ടേ? 24 ബാലവേല നിരോധനം. അപ്പോ ഇപ്പൊ നമ്മൾ കുറച്ചധികം ആർട്ടിക്കിൾസ് പറഞ്ഞു, കുഴഞ്ഞു മറിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിവൈസ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. അപ്പം കോൺഫിഡന്റ് ആയിട്ട് ബാക്കി വരയ്ക്കാൻ പോവാം. നമ്മള് 20 പറഞ്ഞു. 20 എന്തുവായിരുന്നു? ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണം. ഓർമ്മയുണ്ടോ? മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല, ഒന്നിലധികം തവണ ഒരാളെ ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ പാടില്ല, അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അതാണ് 20. 21 ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ? ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കുന്നു, സ്വകാര്യതയ്ക്കുള്ള അവകാശം. ഇതെല്ലാം 21 ഉള്ളത്. അടുത്തത് 21A 86ാം ഭേദഗതി 2002 ആണോ? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം ആണല്ലോ. ശരി, അടുത്തത് 22. ഇത് പറഞ്ഞപ്പോ ഒന്നുകൂടെ പറയാനുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26 അല്ലെ? ഇനി അടുത്തത് ഇത് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആണല്ലോ. 22 എന്തായിരുന്നു? കരുതൽ തടങ്കലായിരുന്നു. 22 കരുതൽ തടങ്കൽ, രണ്ട് കൈയും കരുതലിന് തടങ്കലിൽ വെക്കുവാണെന്ന് ഓർത്തോണം. 23 എന്തായിരുന്നു? ഫോഴ്സ്ഡ് ലേബർ സ്ലേവറി അല്ലെ? മനുഷ്യക്കടത്ത്, അടിമക്കച്ചവടം, നിർബന്ധമായി തൊഴിലെടുക്കുന്നത്, ഇതിനെയൊക്കെ ഇൻവാലിഡ് ആക്കുന്ന ആർട്ടിക്കിളാണ് 23. ഇനി 24 മണിക്കൂറും ബാലന്മാരെ പോലെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞു ഓർത്താൽ മതി. 24 ബാലവേല നിരോധനം. 24 ബാലവേല നിരോധനം. ഇവിടെ PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്, ബാലൻ എന്ന് പറയുന്നത് എത്ര വയസ്സിൽ താഴെയാണെന്ന്. അപ്പൊ ഓപ്ഷൻ എയിൽ 18 തന്നെ ആദ്യം തരുമല്ലോ അല്ലെ? പോക്സോ കേട്ടോ, പോക്സോ പ്രകാരമാണെങ്കിലാണ് 18 വയസ്സിൽ താഴെ. ഇനി ഇതിലാണെങ്കിലോ, ബാലവേലയിലാണെങ്കിൽ 14 കേട്ടോ.
ബാലവേലയാണെങ്കിൽ 14 വയസ്സിൽ താഴെയുള്ളതാണ് ബാലനായിട്ട്. പോക്സോ ഒക്കെ ആണെങ്കിലാണ് 18 വയസ്സിൽ താഴെ. ഓക്കെ അല്ലേ? ശരി. അപ്പൊ 14 ബാലവേല, 24. അപ്പൊ ഇത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടിയോ? ഇത്ര ആർട്ടിക്കിളും ഓൾമോസ്റ്റ് ബൈ ഹാർട്ട് ആയോ? ലാസ്റ്റ് ഇനിയും നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വൃത്തിക്ക് കിട്ടും. അപ്പം ഒരു റിവിഷൻ പോലെ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞു തരട്ടെ. ഇതൊന്നുകൂടെ പറഞ്ഞിട്ടേ ബാക്കി പറയാം. ഈ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റഗ് മാർക്ക് എന്നുള്ളത്. ഓർത്തോണേ, ബാലവേല ഉപയോഗിച്ചിട്ടില്ല, അത് റഗ് മാർക്കിൽ പെടും. എന്നാൽ റഗ് മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് ഗുഡ് വീവ് എന്നാണ്. റഗ് മാർക്ക് നിലവിൽ അറിയപ്പെടുന്നത് എന്താ? ഗുഡ് വീവ് എന്നാണ്, മറക്കല്ലേ. എന്നാൽ ഈ റഗ് മാർക്ക് എന്ന ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന് 2014 മലാല യൂസഫുമായിട്ട് ചേർന്നാണ് നോബൽ പ്രൈസ് ഫോർ പീസ് ലഭിച്ചത്. അത് 2023 PSC ചോദിക്കുകയും ചെയ്തു കേട്ടോ. ഇദ്ദേഹം 2014 നോബൽ പ്രൈസ് ഫോർ പീസ് ലഭിച്ചത് ആർക്കാണെന്ന്, അതിൽ ഇദ്ദേഹത്തിന്റെ പേര്. അപ്പൊ കൈലാഷ് സത്യാർത്ഥി മലാല യൂസഫിനുമായത് 2014 കിട്ടിയതെന്ന് ഓർത്തു വെച്ചോണം. ഓക്കെ, റഗ് മാർക്ക് എന്ന ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥിയാണ്. ഓക്കെ, റഗ് മാർക്ക് എന്ന ആശയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവ് കൈലാഷ് സത്യാർത്ഥി 2014. ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനം. ഈ ബാലവേല തടയാൻ വേണ്ടി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. ഓക്കെ, ബാലവേല തടയാൻ വേണ്ടി ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ചത് ബീഹാർ ആണ്. അപ്പൊ ബാലവേല നിരോധിച്ചുകൊണ്ടുള്ള ആർട്ടിക്കിൾ ഏതായിരുന്നു ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. 24 മണിക്കൂറും ബാലന്മാരെ പോലെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ എന്ന് കേട്ടിട്ടില്ലേ? അത് 24 ഓർത്തോണം. ഓക്കെ, കൈലാഷ് സത്യാർത്ഥിക്ക് 2014 മലാല യൂസഫുമായി ചേർന്ന് നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയിട്ടുണ്ട്, ഓർത്തു വെച്ചോളൂ. ഇനി ആർട്ടിക്കിൾ 25 എന്താ? മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, അപ്പൊ മതം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം 25 ആണ് അല്ലെ? ഓക്കെ, അപ്പൊ മതം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് 25 പ്രകാരം. 26 എന്താ? മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ്. മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 26 വരും. നമുക്കപ്പോൾ അത് നോക്കാം. നമ്മുടെ NCERT ടെക്സ്റ്റിൽ അതേപോലുള്ളതാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം 25. ഓക്കെ, ഇഷ്ടമുള്ള മതം പഠിക്കുന്നത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനുള്ളത് 25. ഇനി മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനും ആർജിക്കുന്നതിനുമുള്ള അവകാശങ്ങളാണ് പറയുന്നത്. മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും അത് നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും, മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതും അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം 26. ഇനി മതപരിപാലനത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വിനിയോഗിക്കുന്ന പണം നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. അപ്പൊ നികുതിയിൽ നിന്നും മതങ്ങളെ ഒഴിവാക്കുന്നത് 27. നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് 27. നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് 27 ആണ്. റെഡി? നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നത് 27. ഇനി ചില പ്രത്യേക സ്ഥാപനങ്ങളിൽ മതബോധനത്തിനുള്ള അവകാശം, അതായത് മതപരമായിട്ടുള്ള ആരാധനകളാണ് മതബോധനം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അത് 28. മതപരമായിട്ടുള്ള ആരാധനകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 28. അപ്പൊ 25, 26, 27, 28 ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. 26 മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും വസ്തുക്കളൊക്കെ ആർജിക്കുന്നതിനുമുള്ള അവകാശം 26. 27 മതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നതാണ് 27. ഇനി 28 മതബോധനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് 28. മതബോധനവുമായി ബന്ധപ്പെട്ടതാണ് 28. അപ്പം 25, 26, 27, 28 ഏകദേശം കിട്ടിയോ? ഇനി അതൊന്നുകൂടെ പഠിച്ചിട്ട് വരാം. 25 എന്താ? മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം അല്ലെ? ഇനി 26 എന്താ? മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ഇനി 27 എന്തായിരുന്നു? നികുതി നൽകുന്നതിൽ നിന്നും മതങ്ങളെ ഒഴിവാക്കുന്നു. നികുതി നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കുന്നു 27. 28 എന്തായിരുന്നു? ചില പ്രത്യേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായിട്ടുള്ള നിർദ്ദേശങ്ങളും മതപരമായിട്ടുള്ള ആരാധനകളും നടപ്പിലാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് 28 വരുന്നത്.
അപ്പം നമുക്ക് ഈ അടുത്തിടയ്ക്ക് PS ചോദിച്ചൊരു ചോദ്യമാണ്, 10th പ്രിലിംസിന് ചോദിച്ചതാ, ഭയങ്കര ഡിഫിക്കൽട്ട് ഒരു ചോദ്യമായിരുന്നു. ആർട്ടിക്കിൾ 28 നോക്കി, ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മത ആചാരങ്ങൾ നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് PS ചോദിച്ചു. അത് ആർട്ടിക്കിൾ 28. പക്ഷേ 28ന്റെ ഏതാണ് എന്ന് ചോദിച്ചു. അതായത് 28 ഉണ്ട് 3 എണ്ണം, 28A അല്ലെങ്കിൽ 28 എന്ന് പറയാം, ഇല്ല 28B, 28C അല്ലെങ്കിൽ 28 1, 2, 3 എന്ന് പറയാം. 28 1 അല്ലെങ്കിൽ എക്ക് എന്താ പറയുന്നതെന്ന് അറിയോ? 28 ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു ആരാധനകളും പാടില്ലെന്നാണ് 28 1 പറയുന്നത്. 28 1 പറയുന്നത് മതപരമായിട്ട് ഒരു പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ, സർക്കാർ സ്കൂളുകളിൽ പറ്റത്തില്ല. ഓക്കെ. 28B എന്താ പറയുന്നത്? പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, ചില മതത്തിന്റെ ട്രസ്റ്റിന്റെ കീഴിൽ സ്ഥാപിച്ച സ്കൂളുകളൊക്കെ ഇല്ലേ, അവിടെ ആരാധനകൾ പറ്റും അല്ലെ. ഇപ്പം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ അല്ലേ തുടങ്ങുന്നത്. അതേപോലെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ, ഹിന്ദു മാനേജ്മെന്റ് സ്കൂൾ, അതേപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ, അതാണ് 28B പറയുന്നത്, അല്ലെ 28(2) പറയുന്നത്. പ്രൈവറ്റ് സ്കൂളുകളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും മതപരമായിട്ടുള്ള ആരാധനകൾ നടത്താനുള്ള അനുമതി ഉണ്ട്. ഓക്കെ. എന്നാൽ മൂന്നാമത്തേത് പറയുന്നത് മതപരമായിട്ടുള്ള ആരാധനകളിൽ നിന്നും അറ്റൻഡ് ചെയ്യാനും മാറി നിൽക്കാനുള്ള അവകാശമാണ് 28C അല്ലെങ്കിൽ 28(3) പറയുന്നതെന്ന് ഓർത്തു വെച്ചോണം. ഇത്ര എണ്ണം പിടികിട്ടിയോ? അപ്പൊ 28 മതപരമായിട്ടുള്ള ആരാധനകളുമായി ബന്ധപ്പെട്ടതാണ്. അത് ഓക്കെ അല്ലെ. 28 എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആരാധനകളുമായി ബന്ധപ്പെട്ടതാ, അത് സമ്മതിച്ചു. അതിന്റെ ABC അല്ലെ 1, 2, 3 ഉണ്ട്. എന്താ? 28ന്റെ 1 എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള, സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ മതപരമായിട്ടുള്ള ആരാധനകൾ പ്രത്യേക മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാടില്ല, പ്രത്യേക ഒരു മതത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പാടില്ല. ഇനി 28ന്റെ B അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള ആരാധനകൾ പറ്റും അല്ലെ. ഓക്കെ. ഇനി 28C അല്ലെങ്കിൽ മൂന്നാമത്തത് 28(3) എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ആരാധനകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മാറി നിൽക്കാനുള്ള അവകാശമാണ്. അപ്പം 28 ഓക്കെ ആയില്ലേ? ഓക്കെ. ഇനി അടുത്തത് 29 എന്താ? ന്യൂനപക്ഷ വിദ്യാഭ്യാസങ്ങളുടെ താല്പര്യങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം അല്ലേ, തെറ്റിക്കേട്ടില്ലല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ഓക്കെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത് 29. അപ്പൊ 29 താല്പര്യം സംരക്ഷിച്ചിട്ട് 30 ആയപ്പോഴെന്താ? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. 29 താല്പര്യം, ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക. 30 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം. 29 താല്പര്യം, 30 വിദ്യാഭ്യാസ സ്ഥാപനം. 29 താല്പര്യം, 30 വിദ്യാഭ്യാസ സ്ഥാപനം. 29 താല്പര്യം, 30 വിദ്യാഭ്യാസ സ്ഥാപനം. അപ്പം ഇത്ര എണ്ണം കിട്ടിയില്ലേ? ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇതുവരെ പറഞ്ഞത് ഒന്ന് ഓടിച്ചു വിട്ട് റിവൈസ് ചെയ്ത് നോക്കാം. കാരണം നമ്മൾ പറഞ്ഞത് മറക്കല്ല, നമ്മൾ എന്തോരം റിവൈസ് ചെയ്യുന്നു അത്രയും നമുക്ക് അടുത്ത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും അല്ലേ. അതായിരിക്കണം നമ്മുടെ ഒരു ഐഡിയ മെയിൻ ആയിട്ട്. അപ്പോ നോക്കിക്കോ, ആർട്ടിക്കിൾ 14 എന്തുവായിരുന്നു? റിക്കളക്ട് ചെയ്തേ, നിയമസമത്വവും നിയമപരിരക്ഷയും. ആർട്ടിക്കിൾ 16 എന്തായിരുന്നു? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പുവരുത്തുന്നു. ആർട്ടിക്കിൾ 15 വിവേചനം പാടില്ലെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം, 1955 നിയമവും പാസാക്കി. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കുന്നത്. രാജാവ്, നവാബ്, സുൽത്താൻ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ഇനി 19(1) അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ. ബി നിരായുധരായ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായ സ്വാതന്ത്ര്യം, ബി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. സി സംഘടനകളും പ്രസ്ഥാനങ്ങളും, സി സംഘടന അല്ലെ. ഡി എവിടെയും ഡ്രൈവ് ചെയ്യാൻ, സഞ്ചരിക്കാനുള്ളത്, എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ
ഇഷ്ടമുള്ള എവിടെ ഇരിക്കാം അല്ലെ, എവിടെയും താമസിക്കാം, ഇരിക്കുക, താമസിക്കുക എന്ന് പറയാമല്ലോ. അപ്പൊ എന്ത്, എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 19(1) ഓഫ് ഇ. ഇനി ജി, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, ജി, ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരുടെ സംരക്ഷണം. കുറ്റം ചെയ്തിട്ടുള്ളവരുടെ സംരക്ഷണം. ഓർമ്മയുണ്ടോ എന്തൊക്കെയായിരുന്നു 20-ലെ? 1, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല. 2, ഒരു ശിക്ഷയ്ക്ക് അല്ലെ, ഒരു കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 3, അയാൾക്കെതിരെ തന്നെ കുറ്റങ്ങൾ അല്ലെങ്കിൽ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അതാണ് 20. 21A, 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം അല്ലെ. ഓക്കെ, അത് 86-ാം ഭേദഗതിയിലായിരുന്നു. എന്നാൽ വിദ്യാഭ്യാസ നിയമം സർക്കാർ പാസ്സാക്കിയത് അല്ലെ, പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26. എന്നാൽ നിലവിൽ വന്നത് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട് 2010 ഏപ്രിൽ 1 അല്ലെ. ഇനി 21 എന്തായിരുന്നു? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, സ്വകാര്യതയ്ക്കുള്ള പ്രൈവസിക്കുള്ള അവകാശം, പിന്നെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചതിനുള്ളതും ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ആർട്ടിക്കിൾ 22 എന്തായിരുന്നു? എന്താ? തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുള്ള അവകാശം. അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനെതിരായിട്ടുള്ളതാണ് 22. 22 തടങ്കലിൽ വെക്കുന്നത്, കരുതൽ തടങ്കലാണ് 22. 23 എന്തായിരുന്നു? നിർബന്ധമായി തൊഴിലെടുക്കുന്നതിനെയും അടിമക്കടത്തിനെയും മനുഷ്യക്കടത്തിനെയും അടിമ കച്ചവടമൊക്കെ എതിർത്തുകൊണ്ടുള്ളതാണ് 23. ഫോഴ്സ് ലേബർ, സ്ലേവറി ഒക്കെയാണ് 23. 24 മണിക്കൂറും ബാലന്മാരെ പോലെ ബാലവേല നിരോധനം. 25 എന്തായിരുന്നു? മതം പഠിക്കാനും പഠിപ്പിക്കാനും സ്വീകരിക്കാനും ഒക്കെയുള്ള അവകാശമാണ്. ഇവിടെ അത് കംപ്ലീറ്റ് അല്ലേ. മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 25 അല്ലെ. ഇനി 25 കഴിഞ്ഞ് 26 നമ്മൾ പഠിച്ചേ പറ്റൂ. 26 എന്തായിരുന്നു? മതപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ആർജിക്കുന്നതിനുമുള്ള അവകാശം. 27 മതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ളത്. 28 മതപരമായിട്ടുള്ള ആരാധനകൾ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഇതിൽ ജോയിൻ ചെയ്യാനും ജോയിൻ ചെയ്യാതിരിക്കാനുള്ള അവകാശമൊക്കെ 28. 29 എന്തായിരുന്നു? ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് 29. ഇവരുടെ താല്പര്യം സംരക്ഷിക്കുക. അടുത്തത് എന്താ? 30 വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുന്നതിന് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. 29 താല്പര്യം സംരക്ഷിക്കല്, 30 വിദ്യാഭ്യാസ സ്ഥാപനം. 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നത്, 30 വിദ്യാഭ്യാസം. അപ്പോഴേ നമ്മൾ ഇതുവരെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 12 മുതൽ 30 വരെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി പ്രധാനപ്പെട്ടതോടെ പഠിച്ചിട്ട് നമ്മൾ ഓവറോൾ എല്ലാം കൂടെ ഒന്ന് റിവൈസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പോൾ പോലുള്ളതാക്കി നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞ് റിവൈസ് ചെയ്ത് പോകുമ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ അത്ര ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്താ? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഓക്കെ, ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശമാണ് ഈ ആർട്ടിക്കിൾ 32. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഭീംറാവ് അംബേദ്കർ വിശേഷിപ്പിച്ചു. BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ ലാസ്റ്റിലത്തെ 2023-22 ഈ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ്, മറക്കല്ല. ഈ ആർട്ടിക്കിൾ 32-നെയാണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ആര് വിശേഷിപ്പിച്ചു എന്ന് ചോദിക്കും. ഏത് ആർട്ടിക്കിളിനെയാണ് ഭീംറാവ് അംബേദ്കർ ഹൃദയവും ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിക്കും. ഓർത്ത് വെച്ചോണം, ആർട്ടിക്കിൾ 32. ഓക്കെ, ഇനി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32 മൗലിക അവകാശങ്ങളിൽ മൗലികമായതെന്ന് അറിയപ്പെടുന്നത്. ഈ സുപ്രീം കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ ആണ് 32. ഇതും റിപ്പീറ്റഡ് പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അതേപോലെ ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ആണ് 226. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്
നമുക്ക് നിഷേധിക്കപ്പെടുന്നു, ഹനിച്ചു അല്ലെ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് നിഷേധിക്കപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ഇഷ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് റിറ്റ് എന്ന് പറയുന്നത്. 5 റിറ്റുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ സുപ്രീം കോടതിയുടെ റിറ്റ് ആർട്ടിക്കിൾ 32, സുപ്രീം കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 32, ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 226 ആണ്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 32വിനാണ് മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായതെന്ന് പറഞ്ഞത്. ഹൃദയമാത്മാവെന്നും ഭീംറാവു അംബേദ്കർ പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി മൗലിക അവകാശങ്ങളുടെ അടിത്തറ, ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സിലെ അടിത്തറ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അടിത്തറ ഒന്ന് റീകളക്ട് ചെയ്തേ. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 21 ആണത്. ഓക്കെ അല്ലേ? അപ്പൊ 32 പഠിച്ചല്ലോ. ഇനി 33 ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനിയുള്ള എക്സാംസിന് ഇതൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം 12, 13, 14, 15, 16 ഒക്കെ ഇപ്പൊ ഒത്തിരി തവണ ചോദിച്ചു ഇപ്പൊ റീസെന്റ് ആയിട്ട്. അപ്പോ ഇനിയുള്ള എക്സാംസിൽ വരുമ്പോൾ ഈ ഭാഗങ്ങൾ ചോദിക്കാം. കാരണം ഈ ഭാഗങ്ങൾ അത്രയും ഫെമിലിയർ അല്ല എല്ലാവർക്കും. അപ്പൊ നോക്കാം, 33 മൗലിക അവകാശങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളിലെ ഭേദഗതി വരുത്താനുള്ള അധികാരം. ഭേദഗതി വരുത്താനുള്ള അധികാരം, അതായത് ഒരു ചേഞ്ച് വരുത്തുന്നതാണ് ഭേദഗതി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത് 33 ഒരേപോലെ ഇരിക്കുന്നത്. ഒരു ചേഞ്ച് വരുത്തണം എന്ന് വിചാരിച്ചാൽ മാത്രമേ, അതായത് 33 മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം ഒരേപോലെ ഇരിക്കുന്നതാണ്. 3 മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമാണ് 33ലുള്ളത്. ഓക്കെ, ഇനി 34 ആയോധന നിയമപ്രകാരം ഏതെങ്കിലും പ്രദേശത്ത് അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള അധികാരമാണ് 34. ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഈ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് 34. അപ്പൊ 33 കിട്ടിയല്ലോ മൗലിക അവകാശങ്ങൾ ഭേദഗതി വരുത്താന്. 34 ആണെങ്കിൽ ചില പ്രദേശങ്ങളിൽ മൗലിക അവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്താനാണ്. ഓക്കെ, 33 ആണെങ്കിൽ ഭേദഗതി വരുത്താൻ, 34 നിയന്ത്രണം. ഓക്കെ, 33 ഭേദഗതി വരുത്താന്, 34 ചില പ്രദേശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താന്. ഇനി 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള വ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നിയമ നിർമ്മാണമാണ് 35ല്. ആർട്ടിക്കിൾ 32 ഓക്കെ, നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകളെ പറ്റി പറയുന്നതാണ് 35. 32 നടപ്പിലാക്കാനുള്ള വ്യവസ്ഥകളെ പറ്റി പറയുന്നതാണ് 35. ഓക്കെ, അപ്പൊ ഇത് ഏകദേശം കിട്ടിയല്ലോ അല്ലെ? ഇനി നമുക്ക് ഇതിലെ കാര്യങ്ങൾ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഒന്ന് നോക്കിയേ, 12 നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ഈ റിവിഷനോട് കൂടി ഈ ടോപ്പിക്സ് ഫുള്ള് നമുക്ക് കിട്ടണം. ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഇപ്പൊ നമ്മളൊരു 4 ഭാഗമായിട്ടായിരിക്കും, 3 ഭാഗമായിട്ടാണ് ഈ വീഡിയോകൾ കണ്ടത് അല്ലെ? അപ്പോ ഓവറോൾ എല്ലാം കൂടെ ഉള്ള റിവിഷൻ വീഡിയോ ആക്കി മാറ്റണം ഇത്. ഇതോടുകൂടി ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്ത് കാണേണ്ട ആവശ്യമില്ല നമുക്ക്. ഇതോടുകൂടി ഫുൾ സെറ്റ് ആവണം. ഓക്കെ, നോക്കിയേ, 12 നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു ഓവറോൾ റിവിഷൻ പറയുവാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പറഞ്ഞിട്ടുള്ള ഭാഗം 3 ആണ്. ഓക്കെ അല്ലേ? ഭാഗം 3 റെഡി? ശരി. ഈ ഭാഗം 3 ആർട്ടിക്കിൾ എവിടെ നിന്നിട്ട് എവിടെ വരെയാ? 12 മുതൽ 35 വരെയാണ്. ഓക്കെ അല്ലേ? ഈ 12 മുതൽ 35 വരെ ഉള്ളത് നമ്മൾ ആക്ച്വലി പഠിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോക്കസും ചെയ്തു. ഇപ്പൊ ഒന്നുകൂടെ പറയുവാണെങ്കിൽ നോക്കിയേ, 12 ഈ 12 എന്നുള്ളത് രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. ഓക്കെ, 13 ജുഡീഷ്യൽ റിവ്യൂ ആണ് 13. 14 എന്താ? നിയമസമത്വവും പരിരക്ഷയും. ഓക്കെ, ആർട്ടിക്കിൾ 14 നിയമസമത്വവും നിയമപരിരക്ഷയുമാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആർട്ടിക്കിൾ 16. ഇത് നമ്മൾ റിവൈസ് ചെയ്ത് പോയാൽ ഈ ഭാഗം സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും ഇത് എഴുതാം. ഏതൊരു എക്സാമിനും ഇത് ഉപകാരപ്പെടുന്നതാണ്. ആർട്ടിക്കിൾ 16 ആണെങ്കിലോ പൊതു നിയമനങ്ങളിൽ അവസര സമത്വമാണ് 16ൽ പറയുന്നത് അല്ലെ? ഓക്കെ, 15 ആണെങ്കിലോ വിവേചനം, ജാതി, മതം, വർഗം, ലിംഗം, ജന്മസ്ഥലം എന്നിവയിലുള്ള വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് 15. 17 എന്താ? അയിത്ത നിർമാർജനമാണ് 17ൽ വരുന്നത്. ഇനി 18 ആണെങ്കിലോ ബഹുമതികൾ നിർത്തലാക്കലാണ് 18. 19 അഭിപ്രായം അല്ലെ? അഭിപ്രായം കേട്ട് നമ്മൾ ഒത്തുചേർന്നത് ബിയിലാണ്. നിരായുധരായും സമാധാനപരമായും ഒത്തുചേരലാണ് ആർട്ടിക്കിൾ 19B അല്ലെ? സി സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവൽക്കരിക്കാനുള്ള അവകാശം സി.
ഡി ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനുള്ള, ഡി ഡെസ്റ്റിനേഷൻ ഡ്രൈവ് ചെയ്യാനുള്ളത് അല്ലെ, ഡ്രൈവ് ചെയ്യാനുള്ളത്. ഈ ഇന്ത്യയിൽ എവിടെയും അല്ലെ താമസിക്കാനുള്ളത്, ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ, ഈ ഇരിക്കാൻ, താമസിക്കാനല്ല നമ്മൾ പറഞ്ഞത്, ഇന്ത്യയിൽ എവിടെയും ഇരിക്കാനുള്ള, താമസിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നു. ജി ഏതൊരു ജോലി അല്ലെ, ഏതൊരു ജോലി, ഇഷ്ടമുള്ള ജോലി, അതായത് മാന്യമായ നിയമപരമായിട്ടുള്ള ഏതൊരു ജോലിയും ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇതിലുള്ളത്. ഓക്കെ അല്ലെ. ഇനി 12 സ്റ്റേറ്റും 13 ജുഡീഷ്യൽ റിവിഷൻ. ആർട്ടിക്കിൾ 20 കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. ഇതിന്റെ 1, 2, 3 അല്ലെ ABC PSC ചോദിച്ചിട്ടുണ്ട്, മറക്കരുത്. കുറ്റം ചെയ്തവരുടെ സംരക്ഷണം ഒന്നെന്താ, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാസ്സാക്കാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തത്, ഒരു കുറ്റം ചെയ്തതിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. മൂന്നാമത്, അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇതാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഓക്കെ. ഇനി 21A എന്താ പറയുന്നത്, 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസമാണ് 21A പറയുന്നത്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, 86-ാം ഭേദഗതിയിലാണ് 21A കൂട്ടിച്ചേർത്തത്. അതേപോലെ വിദ്യാഭ്യാസ നിയമം പാർലമെന്റ് പാസ്സാക്കിയത് 2009 ഓഗസ്റ്റ് 26-ന്, 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വരുന്നത്. ഓക്കെ ആണോ? ഇനി ആർട്ടിക്കിൾ 21 എന്താ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അതേപോലെ 21-ന്റെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പുകവലി നിരോധിച്ചു അല്ലെ, ജീവിത പങ്കാളി തിരഞ്ഞെടുക്കാനുള്ള അവകാശം, പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, സ്വകാര്യതയ്ക്ക് പ്രൈവസിക്കുള്ള അവകാശം, ജീവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 21-ന്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ആർട്ടിക്കിൾ 20-ഉം 21-ഉം ഒഴികെയുള്ള ബാക്കി എല്ലാത്തിനും റദ്ദ് ചെയ്യുന്നത് ആർട്ടിക്കിളാണ് 359. ഓക്കെ. ആർട്ടിക്കിൾ 19-നെ മാത്രം ഇൻവാലിഡ് ആക്കുന്ന ആർട്ടിക്കിളാണ് 358. ഇത്ര ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ലേ? ഓക്കെ. ഇനി ആർട്ടിക്കിൾ 22 രണ്ട് കൈയും തടങ്കലിലാണ്. അതും എന്ത് പറയാം, അറസ്റ്റിനും തടങ്കലിൽ വെക്കുന്നതിനും എതിരായിട്ടുള്ള അവകാശം കരുതൽ തടങ്കലാണ്. നെസസറി ഈവിൾ എന്നാണ് ആർട്ടിക്കിൾ 22-നെ ഭീംറാവ് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഓർത്തു വയ്ക്കോ, ആർട്ടിക്കിൾ 22-നെ നെസസറി ഈവിൾ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, നെസസറി ഈവിൾ. ഓക്കെ. ആർട്ടിക്കിൾ 22. ഇനി 23 എന്താ, നിർബന്ധമായി തൊഴിലെടുക്കുന്നതിനെയും അടിമയാക്കുന്നതിനെയും മനുഷ്യക്കടത്തിനെയും നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 23. ഫോഴ്സ്ഡ് ലേബർ, സ്ലേവറി ഇതൊക്കെ വരുന്നത് 23 അപ്പൊ അടിമക്കച്ചവടം നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരം ചോദിച്ചാൽ 23. നിർബന്ധമായി തൊഴിലെടുക്കുന്നതിനെ നിരോധിച്ചത് ഏത് ആർട്ടിക്കിൾ പ്രകാരം ചോദിച്ചാൽ 23. ഇനി ആർട്ടിക്കിൾ 24 മണിക്കൂറും ബാലന്മാരെ പോലെ അല്ലെ, 24 ബാലവേല നിരോധനം. അപ്പൊ ബാലവേലയുടെ ഓർമ്മയുണ്ടോ, റെഡ് മാർക്ക് ബാലവേല അല്ലെ, ബാലവേല ഇല്ലാത്ത പ്രോഡക്ട്സിന് റഗ് മാർക്ക്, ഗുഡ് വീവ് എന്ന് ഇപ്പൊ അറിയപ്പെടും. അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാരായിരുന്നു, കൈലാഷ് സത്യാർത്ഥി. ഇദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയത് എപ്പോഴാ, 2014 മലാല യൂസഫിനൊപ്പം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഇനി ആർട്ടിക്കിൾ 25 എന്ത് അല്ലെ, മതം, ഇവിടെ അത് മിസ്സിംഗ് ആണ്. മതം പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് 25-ൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. 26-ഉം 27-ഉം നമ്മൾ പറഞ്ഞില്ലേ, 26 എന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു അല്ലെ, മതപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങള് വസ്തുക്കളൊക്കെ ആർജിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശമാണ് 26. 27 മതനികുതി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് 27. 28 എന്തായിരുന്നു അറിയാമോ, ഈ ഗവൺമെന്റ് സ്കൂളുകളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ പ്രത്യേക ഒരു മതത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആരാധനകൾ പാടില്ല എന്ന് പറയുന്നത് 28A. 28B എന്തായിരുന്നു, പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ മതപരമായിട്ടുള്ള ആരാധനകൾക്കുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്. 28C എന്തായിരുന്നു, ഈ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാനും പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി 29 ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ് അല്ലെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക
ശേഷിക്കുന്നതാണ് 29. 30 ആണെങ്കിലോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 30. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ളതാണ് ആർട്ടിക്കിൾ 30. ഓക്കെ ആയോ? ഇത്തരം കാര്യങ്ങൾ കിട്ടിയോ? ഇനി 32ന്റെ പ്രത്യേകത എന്തായിരുന്നു? ഭരണഘടനാപരമായി പ്രതിവിധിക്കുള്ള അവകാശം, അല്ലെ? ഈ ആർട്ടിക്കിൾ 32നെയാണ് ഭീംറാവ് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഹൃദയവും ആത്മാവും എന്ന്. ഓക്കെ, ഹൃദയവും ആത്മാവും എന്ന് ഭീംറാവ് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ്. ഓക്കെ, ഇനി അതേപോലെ ഈ ആർട്ടിക്കിൾ 32 ഉപയോഗിച്ചാണ് സുപ്രീം കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. എന്നാൽ 226 ഉപയോഗിച്ചാണ് ഹൈക്കോടതി റിറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഓർത്ത് വെച്ചോളൂല്ലോ, അല്ലെ? ശരി, മൗലിക അവകാശങ്ങളിൽ ഏറ്റവും മൗലികമായതെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 നമ്മുടെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഏതായിരുന്നു? ആർട്ടിക്കിൾ 21 അല്ലെ? ഭരണഘടനയുടെ രത്നം എന്ന് പറയുന്നത് ഏതായിരുന്നു? ആമുഖമാണ്, അല്ലെ? ഇത്രയും കിട്ടിയല്ലോ. ഇനിയുണ്ട് 33 ഒരേപോലെ ഇരിക്കുന്ന, അല്ലെ? ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഒരു ഭേദഗതി, ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഭേദഗതി വരുത്താനുള്ള അധികാരങ്ങളെ പറ്റി പറയുന്നത് 33. ചില പ്രദേശങ്ങളിൽ മൗലിക അവകാശങ്ങളുടെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് 34. നിയന്ത്രണം. 35 ഭരണഘടനാ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ, അതായത് ആർട്ടിക്കിൾ 32 നടപ്പാക്കുന്ന വ്യവസ്ഥകളുള്ളതാണ് 35. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 12 മുതൽ 35 വരെയുള്ള എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ടതും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ റിവിഷൻ നിങ്ങൾ ഉപയോഗിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബൈ ഹാർട്ട് ആക്കി പഠിക്കണം. ഓക്കെ, ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ റെഫറൻസിനും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ വേണ്ടേ, ഇതൊക്കെ ടെക്സ്റ്റിൽ നിന്ന് അതേപോലുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. 25, 26, 27, 28. ഈ അടുത്തിടയ്ക്ക് 10th പ്രിലിംസിനൊക്കെ ആണേലും 28ന് സബ് ക്ലോസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, മതബോധനത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട 28A, B, C ഒക്കെ അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഈ റീസെന്റ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എല്ലാം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അപ്പൊ ഇത് മാക്സിമം യൂസ് ചെയ്ത് എല്ലാ എക്സാം എഴുതാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഡിഗ്രി ലെവൽ ഉൾപ്പെടെയുള്ള ഏതൊരു എക്സാമിനും ഉപയോഗിക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തന്നെ ഏത് രീതിയിൽ വരും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം റിവിഷൻ ആണ് മെയിൻ ആക്കി നമ്മൾ ഇതിൽ നോക്കേണ്ടത്. പഠിക്കുക, പഠിച്ച് റിവൈസ് ചെയ്യുക, എന്നിട്ട് അടുത്തതിൽ ഉപയോഗിക്കുക. കഴിവ് ലൈവിലെത്തുക. അപ്പം നമുക്ക് ഇതൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് റീസെന്റ് ആയി ചോദിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാനും പറ്റും. അപ്പൊ അഡ്മിഷനൊക്കെ ആയിട്ട് ഇത് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത ലൈവിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.